അത്രയ്ക്ക് പേടിക്കുന്ന കുട്ടികളുടെ കാര്യം പറയണ്ട. കാണാനുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? ചരടി ജപിച്ച് കെട്ടിയിട്ട് വന്ന് കാണാൻ ഈ പടം നമുക്ക് രണ്ടുപേരെയും വിശ്വസിച്ച് കണ്ടിറക്കാൻ പറ്റുന്ന നല്ല കിണ്ണൻ ഹൊറപ്പടം. നമ്മൾ ഹൊറപ്പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ത്രില്ലേഴ്സൊക്കെ ഹൊറേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ചില പടങ്ങൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് ഒരു തവണ കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഓർത്തിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ അടുത്ത സീനിൻ്റെതായിരിക്കും നമുക്ക് ഓൾറെഡി പ്രഡിക്ഷൻ ഉണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യുന്നവർ കിണ്ണനായിട്ട് അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ആസാൻ ആക്ടർ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സിനെ വെച്ചിട്ട് ഡയലോഗൈസ് ചെയ്യുന്ന പെർഫോം ചെയ്യുന്നതൊക്കെ സിംഗിളായിട്ട് പെർഫോം ചെയ്യുന്ന പറയുന്നത് ചെറിയൊരു കാര്യമല്ല സ്ക്രീനിനകത്ത്. പക്ഷേ പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രഡിക്ഷൻ ഉണ്ടാകും. ആ സെക്കൻഡ് ഹാഫ് ഇന്ന പോലെ ആയിരിക്കും, സ്റ്റോറി ഇന്ന പോലെ ആയിരിക്കും പോകുന്നത്, ഇതായിരിക്കും ട്വിസ്റ്റ്, ഇതായിരിക്കും പ്ലോട്ട്. ഒന്നുമല്ല, സെക്കൻഡ് ഹാഫിലോട്ട് കയറുമ്പോൾ വേറെ ലെവൽ. നമ്മളിതുവരെ സ്റ്റോറി കണ്ട രീതിയിൽ വേറെ എൻ്റെ ട്രാക്കാണ് ആവുക. ഒരു എന്താ പറയുക, നമ്മൾ എടുത്തു പറയേണ്ട സൗണ്ട്, എൻ്റെ മോനെ മൈന്യൂട്ട് സൗണ്ടുകൾ വരെ അതിനകത്ത് ആ നിങ്ങളിത് തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കും മാക്സിമം കേട്ടോ. OTT-ലോ ഹോം തിയേറ്ററിൽ നിന്ന് കാണാൻ നോക്കിയാൽ ഈ സൗണ്ട് എഫക്ട്സ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഉറപ്പടത്തിൻ്റെ ആ ഫീൽ കിട്ടത്തില്ല. തിയേറ്ററിൽ തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഗംഭീരമുള്ള ഗംഭീര പടം. പശ്ചാത്തല സംഗീതമൊക്കെ ഉണ്ടല്ലോ, അതല്ല നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. മറ്റേ പൂച്ചയൊക്കെ നടന്നു പോകുമ്പോഴുള്ള സാധനവും കാറ്റടിക്കുന്ന പരിപാടിയും അങ്ങനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം അത് അടിപൊളിയായിട്ട്. ആ കാറ്റൊക്കെ വീശുമ്പോൾ നമുക്ക് ആ തണുത്ത കാറ്റടിക്കുന്നതെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ കൂട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ ചില പേടിക്കുന്ന സിനിമ കാണുമ്പോൾ വെറുതെ കുറേ കമൻറ്റുകളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ലൊരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ, ഒറ്റയ്ക്ക് നല്ല രീതിയിൽ എങ്ങനെ ഒരു മാച്ച് അല്ലാണ്ട് ഒരു യൂണിവേഴ്സ് അങ്ങനെ കൊണ്ടുപോകേണ്ട ഉള്ള പടം നല്ല രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അതെ, ആ കറക്റ്റ് സ്കെയില് ഒരുപാട് ജംപ് സ്കെയർസ് ഉണ്ട്, പക്ഷേ ആ വലിയ ഒരു രൂപമൊന്നും കാണിക്കാണ്ട് വിത്ത് സൗണ്ടും ഒരു മൈന്യൂട്ട് സിഗരറ്റ് വലിക്കുന്ന ശബ്ദം വരെ നമുക്ക് കേൾക്കായിരുന്നു. അത് ആ ഡയറക്ടറിൻ്റെ കഴിവാണ്. അടിപൊളിയായിരുന്നു. നമുക്ക് എവിടെയും ഒരു സ്റ്റാർട്ടിങ് തൊട്ടേ ആ ഒരു ഹൊറർ മൂഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചില സീൻ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സീനുണ്ട്, അതിൽ ഫുൾ തിയേറ്റർ ഇങ്ങനെ ആ ഒരു അതിലേക്ക് വന്നൊരു സീനുണ്ട്. അതാ ഞങ്ങൾ ഇപ്പോൾ ഈ ഷോ കണ്ടുകൊണ്ടാണ് അത്ര അവർ എഫക്റ്റിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഭയങ്കര ഒരു ഇത് തന്നിട്ട് ചിലവർക്കത് ഇഷ്ടപ്പെടാണ്ടൊക്കെ ഇരിക്കാം. പക്ഷേ എന്തായാലും നമ്മൾ കണ്ടതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ്. അത് ആ ഒരു സന്തോഷത്തിലാണ് റിവ്യൂ പറയുന്നത്. അതെ തന്നെ, ഹൊറർ മൂവിയിൽ ആ ചെയ്യേണ്ട ആ ഒരു ഗ്രാഫ്, ആ കൊണ്ടുപോയിരിക്കുന്ന രീതി, അതൊരു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇവൻറ്റിൽ പുള്ളി പോയി പെട്ട ഒരു അവസ്ഥയായിരുന്നു. അല്ലാണ്ട് പുള്ളിക്ക് പെർഫോം ചെയ്യണം. പുള്ളി അതിനകത്ത് ഇൻവോൾവായി ഒരാൾക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ചെയ്ത പോലെയാണ് കൂടെ കൊണ്ടുപോകുന്ന പോലെ. അത് തന്നെ, പുള്ളി ആ പടത്തിൻ്റെ പുള്ളിക്ക് ശരിക്കും ഇങ്ങനെ ഒരു പണി കിട്ടിയ അതുപോലെയാണ് ചെയ്തേക്കുന്നത്. അത് ഡയറക്ടറിൻ്റെയും പറയാണ്ടിരിക്കാൻ വയ്യ, ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ്. റിയലിസ്റ്റിക് ആയിട്ട് ഒരു ചെറിയ അധികം ലൊക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് എങ്ങനെ ഒരു പടം ഫിനിഷ് ചെയ്യാന്നുള്ളത് കാണിച്ചു. പടം തീർന്നതിന് ശേഷം രാഹുൽ എന്ന് പറഞ്ഞ ആ ഡയറക്ടറിൻ്റെ ഒരു മാർക്കുണ്ട് എല്ലാ പടത്തിലും. പ്രേതത്തിനെ പറ്റി പുള്ളിക്കൊരു അത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. താങ്ക് യു. എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രണവിൻ്റെ ഒരു മാജിക്കൽ പെർഫോമൻസ് ആണ്. ഐ തിങ്ക് ഭൂതകാലം പ്രമേയം കണ്ട ഒരു പ്രേക്ഷകർക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എക്സ്പെഷ്യലി രാഹുൽ സദാശിവൻ്റെ ഓവറോൾ പെർഫോമൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഡയറക്ഷൻ ലെവൽ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് ലെവൽ മൂവി തന്നെ എടുത്തു പറയാൻ പറ്റും. കാരണം അതിൻ്റെ എവരി ഏരിയയിൽ പടം പിടിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി എഡിറ്റിങ്, ഡയറക്ഷന്, ക്യാമറ, BGMs, ഇതെല്ലാം വരുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ടത് പ്രണവിൻ്റെ മാജിക്കൽ പെർഫോമൻസ് തന്നെയാണ്. പുള്ളിയുടെ ആയിട്ടുള്ള ചില സിംഗിൾ ഷോട്ടുകൾ,
ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഹൈ ആയിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. കാരണം സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് നിർത്തിയ ഇൻ്റർവെല്ലിൽ ഇപ്പം പഞ്ചാണെങ്കിലും സെക്കൻഡ് ഹാഫിലൂടെ കയറുന്നതാണെങ്കിലും എൻഡിങ് സ്റ്റേജ് ആണെങ്കിലൊക്കെ ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഭൂതകാലം ഇന്നലെയും കൂടെ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് പടങ്ങളും കമ്പാരിറ്റീവ് നോക്കുമ്പോൾ മൂന്ന് ഡിഫറൻസ് ഫീലാണ്. എസ്പെഷ്യലി ഈ പടത്തിൽ വരുമ്പോഴത്തേക്കും എല്ലാ ജനറേഷനും ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് പടം ചെയ്തേക്കുന്നത്. ഒരു മിത്ത് റിലേറ്റഡ് വരുന്നുണ്ട്, അതുപോലെ ന്യൂ ജെൻഡർ റിലേറ്റഡ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ല, ഹോളിവുഡിലൊരു ഫീലാണ് കിട്ടിയത്. സ്പാനിഷ് ഫ്രഞ്ച് മൂവിയൊക്കെ കണ്ട അവിടുന്ന് കിട്ടും. നമ്മളിവിടുത്തെ പോലെ ഒരു ഏഷ്യൻ ടൈപ്പ് അല്ല ഹോളിവുഡിലോട്ട് പോകും. അവിടുന്ന് കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ വളരെ റെയറായിട്ടാണ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന മൂവീസ് പോലും അല്ല, പക്ക ഹോളിവുഡ് മൂവി തന്നെ പറയുമ്പോൾ ആ രീതി നോക്കുമ്പോൾ എല്ലാ ജനറേഷൻസ് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി പോകാൻ പറ്റിയൊരു മൂവി തന്നെ ആയിരിക്കും. പേഴ്സണലി ഐ എം സോ സാറ്റിസ്ഫൈഡ്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഒരു വേ ഓഫ് മൂവി എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പറയുകയാണ്, ഈ ലാസ്റ്റ് ടൈമിലൊന്നും മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ലോങ്ങിന് ശേഷം മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ബിക്കോസ് സെക്കൻഡ് ഹാഫ് അവർ ഒരു രക്ഷയില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. നല്ല പടം. പ്രണവ് ഹൈലൈറ്റ്. അടിപൊളി.